ഞങ്ങൾ യൂത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ട്രെൻഡാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. എനിക്കൊരു കഫേയൊക്കെ തുടങ്ങും, അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റോണിയുടെ ഒരു ഐഡിയയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി പോയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതെൻ്റെ ആഗ്രഹം. ഓടിയ പോയിട്ട് എന്ത് ചെയ്യും? റൂം എടുക്കും. ഫസ്റ്റ് റൂം എടുക്കണം, നല്ല കാര്യം. റൂം ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഓക്കെ. റൂം എടുത്ത് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി പോയിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യും. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാഫിനെ എടുക്കും, എല്ലാവരും റിക്രൂട്ട് ചെയ്യും. അക്കൗണ്ടിൽ കുറച്ച് കാശ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഓടി പോയി അക്കൗണ്ടിലുള്ള കാശ് എങ്ങനെ തീർക്കാന്നുള്ളൊരു വാശിയാണ്. ഈ വാശിയുടെ പുറത്ത് എന്ത് ചെയ്യും? ഈ കാശ് മുഴുവൻ അങ്ങോട്ട് ഇന്റീരിയർ ചെയ്യാൻ വന്നവൻ ഒരു 1,00,000 രൂപ വരെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയായാലും ഒരു 5,00,000 രൂപ വരെ വർക്കാക്കും. ഈ പൈസ മുഴുവൻ അങ്ങോട്ട് തീർക്കും. അപ്പോൾ ഇത് തുടങ്ങിയ വശം തന്നെ ലാഭത്തിലാവുന്ന വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്. ഇത് തുടങ്ങാൻ നിൽക്കുന്ന നേരത്തിന് പറയാ, ഇതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് വേണം, കോർപ്പറേഷന്റെ ലൈസൻസ് വേണം, ഇതിന്റെ ഉള്ളില് നമ്മുടെ FSSAIയുടെ രജിസ്ട്രേഷൻ വേണം, മുനിസിപ്പാലിറ്റി ലൈസൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് 100 തലവേനകൾ വരും. വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, മെഡിക്കൽ ക്ലിയറൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് കുറെ തലവേനകൾ വരും. തലവേന വരുമ്പോൾ എന്തുണ്ടാവും അറിയും? 2 ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഒന്ന്, ഈ എടുത്തു വെച്ച സ്റ്റാഫിന് മുഴുവൻ സാലറി കൊടുക്കേണ്ടി വരും. 2, എന്തുണ്ടാവുക? ഇവർക്ക് മുഴുവൻ സാലറി കൊടുക്കലും കഴിഞ്ഞിട്ട് ഇവര് മുഴുവൻ നമ്മളൊരു കാര്യത്തിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം. ഇവർ വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുന്ന ഇവർക്ക് നമ്മൾ മടി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് പഠിപ്പിച്ചാൽ കൊടുക്കും. ഇവരും മടിയന്മാരായി. മൂന്നാമത്തെ കാര്യം, ഇവർക്ക് മുഴുവൻ ശമ്പളം കൊടുത്തിട്ട് നമ്മുടെ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് കുറെ അങ്ങോട്ട് പോയി കിട്ടും. അവസാനം ഇത് തുടങ്ങിയതിന് ശേഷം കൊടുക്കേണ്ട ആ ഒരു സാലറിക്കില്ലേ, അത് തുടങ്ങുന്നേക്കാളും മുമ്പ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടാവും, ചെലവാക്കി കളഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് പോരാനായിട്ട് എന്താ ചെയ്യണ്ടേ? ആദ്യം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നേക്കാളും മുമ്പ് എന്തൊക്കെ ലൈസൻസുകൾ വേണം, എത്ര സ്റ്റാഫ് വേണം, ഒരു ബിസിനസിന്റെ ബിഫോർ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എത്ര രൂപ നമുക്ക് ചെലവഴിക്കാം, എത്ര രൂപ നമുക്ക് അതിന് ശേഷം ചെലവഴിക്കാം എന്നതിനെ പറ്റിയിട്ട് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. കുറേശ്ശൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, കുറേശ്ശെ പോകാൻ പാടുള്ളൂ. നമ്മൾ ഈ ബിസിനസ് തുടങ്ങണേക്കാളും മുമ്പ് നമ്മൾ ചെലവ് ചെയ്യുന്ന പൈസ നമുക്ക് എത്രത്തോളം ഈ ലൈസൻസുകൾ കാര്യങ്ങൾ വരുന്ന ഡാമേജുകൾ, ഡിലേകൾ കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും പൈസ നമുക്ക് ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, വിനിയോഗിക്കാനായിട്ട് സാധിക്കും. ഇതെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണ, എല്ലാവരുടെയും ആഗ്രഹം കച്ചവടം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ലാഭത്തിലാണെന്ന് വിചാരിക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും ഇത് ലാഭത്തിലായി വരാനായിട്ട്. ഇതൊരു കാരണവശാലും മനസ്സിലാക്കില്ല. എല്ലാവരും ബിസിനസ് വിചാരം കച്ചവടം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഉദ്ഘാടനം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തൊട്ട് ലാഭത്തിലാണ്, ഭയങ്കര ലാഭത്തിലാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇത് അങ്ങനെ എന്തുണ്ടാവും? അവസാനം തുടങ്ങി കഴിയുമ്പോൾ നഷ്ടത്തിലേക്ക് പോകും. നഷ്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുക, കുറെ കാശ് നമ്മൾ മുമ്പ് കൊണ്ട് കളഞ്ഞു, ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഒരു പ്ലാനിങ്ങില് ബഡ്ജറ്റിങ്ങില് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡാമേജുകൾ കുറയ്ക്കാൻ പറ്റും. ഇത് ഏത് ബിസിനസ് ആയാലും ഇങ്ങനെ തന്നെയാണ്. ഇത് കഫേ ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മറ്റേ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഡാമേജുകൾ പരമാവധി കുറയ്ക്കാനായിട്ട് അതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് ബഡ്ജറ്റിങ് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പരിക്കിന്റെ ആഘാതം ഒന്ന് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നേരത്തെ ലില്ലിപ്പൂവിന്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ വാടിയ പുഷ്പമായിട്ട് മാറും. പിന്നെ അവസാനം നമ്മൾ പറയേണ്ടി വരും, ആശാന്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിപ്പെട്ടാണ് അടി കിട്ടിയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഇന്നസെന്റ് പഴയ കാലത്ത് പറഞ്ഞതോ അതുപോലെ ഇരിക്കും. ഇതൊക്കെ ആദ്യത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. പോയി പല ബിസിനസ്സുകളും തുടങ്ങിയിട്ട് പൊട്ടിപ്പോണതിൻ്റെ ഒരു കാരണം അതാണ്. പ്ലാനിങ് ഇല്ലേ, ഒരു ഐഡിയ ഇല്ലേ, ചെയ്യാൻ പോണ കാര്യത്തിനെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ആവേശത്തിന്റെ പുറത്ത് അങ്ങോട്ട് വന്നിട്ട് എന്തോ കാട്ടിക്കൂട്ടുന്നു. പൊട്ടി കഴിയുമ്പോൾ അവസാനം ഒരു കണ്ടുപിടുത്തം നടത്തും, പൊട്ടി കാശ് പോയി കഴിഞ്ഞു, നാട്ടുകാർക്ക് പറഞ്ഞു വെച്ചിരിക്കാൻ ബാക്കിയായി. ഒരു വ്യക്തമായ ധാരണ വേണം. രണ്ട് കൂട്ടുകാരൻ പറഞ്ഞു, വീട്ടുകാരൻ പറഞ്ഞു, ഗേൾഫ്രണ്ട് പറഞ്ഞു പോയിട്ട് ഇവ പണികൾ ചെയ്യരുത്. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടലല്ല നമ്മുടെ മുഖ്യമായ ഉദ്ദേശം. തുടങ്ങിയ സാധനം വിജയിപ്പിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും നോക്കുക. പോലെ പറഞ്ഞാൽ മതി, പക്ഷെ സമയമെടുക്കണം, സമയമെടുത്ത് ചെയ്യണം. അല്ലാണ്ട് എന്ത് ചെയ്യരുത്, നഷ്ടം വരുത്തി വെക്കരുത്. ഇപ്പോഴത്തെ നമ്മുടെ യൂത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര തിരക്കാ. പോയി അങ്ങോട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും, ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊളാക്കി എടുക്കും. കാശ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, കൈകാലിട്ട് അടിക്കും.
അപ്പോൾ ഫേസ്ബുക്കും പോയി, വീട്ടുകാരും പോയി, നാട്ടുകാരും പോയി, കൂട്ടുകാരും പോയി, എല്ലാവരുടെ മുമ്പിലും മാനം പോയി. എന്തൊരു ചെയ്യണേ? അപ്പൊ റോണിയുടെ ഇപ്പൊ പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? അതായത് ആദ്യം തന്നെ നമ്മള് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ നേരത്തെ ആൽവി പറഞ്ഞു ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഉപഭോക്താക്കൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ എടുക്കുന്ന ലൊക്കേഷനിൽ ആരെങ്കിലൊക്കെ വരണം, അല്ലെങ്കിൽ നമ്മൾ ഈ ചാട്ടി കീഴിലുണ്ടാവുള്ളൂ. അത് പാടില്ല. രണ്ടാമത്തെ ഒരു കഫേ ആണെങ്കിൽ ഒരു എന്താ പറയാ കോളേജസ് ഉള്ള സ്ഥലങ്ങളില് അല്ല, ആളുകള് ഒരു ക്രൗഡ് ഉള്ള ഒരു സ്ഥലത്ത് വേണം. അല്ലാണ്ട് നമ്മള് വെറുതെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ തുടങ്ങി ആരും കിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് അവിടെ വലിയ പഞ്ചാമൃതാണ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആളെ പിടിക്കാൻ പറ്റും. ഫേക്ക് പ്രൊമോഷൻ. പക്ഷെ അത് എന്ത് ചെയ്യാ, ചിലപ്പോ കിട്ടിയെന്ന് പറയാം, കിട്ടാൻ കിട്ടിയില്ല എന്ന് പറയാം. മറ്റേനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു പറയുന്ന ലൊക്കേഷനിൽ അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എത്ര കോസ്റ്റ്, നമുക്കൊരു ബഡ്ജറ്റിംഗ് ഉണ്ടാവണം കറക്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് എത്ര കോസ്റ്റിന് ഇന്റീരിയർ ചെയ്യാം, ഇതിന് പാർക്കിംഗ് ഉണ്ടാവും, നമ്മുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി നമ്മളൊരു നെയിം ബോർഡൊക്കെ വെക്കണല്ലോ, അതിന് വേണ്ടി എത്ര കോസ്റ്റ് നമുക്ക് ചിലവാക്കാം. അതുപോലെ തന്നെ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അങ്ങനത്തെ ഇന്റീരിയർ എക്സ്പെൻസ് മൊത്തം നമുക്ക് എത്ര വരണം, സ്റ്റാഫ് സാലറി എത്ര വരാം, നമ്മുടെ വിറ്റ് വരവ് എത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഈ സാധനത്തിന് എത്ര മാർജിൻ കിട്ടും. ഇതുകൊണ്ട് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ്, അതായത് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വരാവുന്ന എക്സ്പെൻസ്, ഈ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസിൽ നിന്ന് ഇത്ര ശതമാനം മാർജിൻ വെച്ചിട്ട് നമുക്ക് എത്ര ബിസിനസ് നമുക്ക് കിട്ടണം, അതിനുള്ള പൊട്ടൻഷ്യൽ ആ ഏരിയയിൽ ഉണ്ടോ ശ്രദ്ധിക്കണം. പിന്നെ ബഡ്ജറ്റിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു ബഡ്ജറ്റിംഗ് വേണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ബഡ്ജറ്റിംഗ് വേണം. കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5-8 മാസം എടുക്കുന്നത് ശരിയായി വരാനായിട്ട്. അത്രയും നാൾ ഇത് റൺ ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ തുടങ്ങി അന്ന് തന്നെ ലാഭത്തിലാവും. നമ്മൾ കട അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാതിരിക്കും, എന്നിട്ട് വേണം നാട്ടുകാർക്ക് ചായ കുടിക്കാനൊന്നും നമ്മൾ വിചാരിക്കരുത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 5-6 മാസത്തോളം ഉറപ്പായിട്ട് എടുക്കും, അത്രയും സമയം എടുക്കും. അപ്പൊ അത് മനസ്സിൽ കണ്ട് നമുക്ക് സാലറി കൊടുക്കാൻ പറ്റണം, റെന്റ് കൊടുക്കാൻ പറ്റണം, ഇലക്ട്രിസിറ്റി ബില്ല് വരും, വെള്ളത്തിന്റെ ബില്ല് വരും, പിന്നെ അതിൻ്റെ ഉള്ളിൽ ആവശ്യമുള്ള പ്രോഡക്ട്സ് മേടിക്കാനുള്ള കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരും. അതിൽ ഡാമേജസ് വരാം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെടാൻ. അതല്ലാന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, നമ്മൾ വിചാരിക്കും ഇതങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഓടിക്കേറി നമ്മൾ പല ലാഭത്തിലാവുന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തരും വന്ന് തലവെക്കുന്നത്. ലാസ്റ്റ് കണ്ണീര് കഴിയാവും. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കോർപ്പറേഷൻ ലൈസൻസ് അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഇന്റീരിയർ ഇതൊക്കെ കഴിഞ്ഞ് പരമാവധി ഡാമേജ് കുറയ്ക്കാവുന്ന വിധത്തിൽ വളരെ മിനിമം സ്റ്റാഫിനൊക്കെ റിക്രൂട്ട് ചെയ്യുമ്പോൾ 2 തവണ 3 തവണയായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് സ്റ്റാഫിനെ വയ്ക്കുക, അത്യാവശ്യമുള്ളവരെ വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ലൈസൻസും കാര്യങ്ങളും റെഡി ആവുമെന്ന് ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത് തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്യാം. അപ്പോൾ ഡാമേജ് കുറയും. ഈ പൈസ നമുക്ക് ആഫ്റ്റർ, അതായത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിലേക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സ്റ്റാഫിന് സാലറിയും കാര്യങ്ങളും കൊടുത്താൽ കാശ് മുഴുവൻ പോവും. ലാസ്റ്റ് കച്ചവടം നടത്താനായിട്ട് നമ്മുടെ ഇതിൽ കാശില്ലാണ്ട് വരും. ഇതിനും പുറമെ ഈ സ്റ്റാഫ് വെറുതെ കുത്തിരുന്നുള്ള മടിയൊക്കെ പഠിക്കും. പിന്നെ അവർക്ക് റിയാലിറ്റിയിൽ വരുമ്പോൾ പണിയെടുക്കാൻ മടിയാവും. അപ്പൊ അങ്ങനെ ഒരു പൊട്ട സ്വഭാവം കൂടി നമ്മൾ അവർ പഠിപ്പിച്ചു വയ്ക്കും. അപ്പൊ കൃത്യമായൊരു ബഡ്ജറ്റിങ്ങും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്നുള്ള ഒരു കൃത്യമായ, ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഒരു വലിയൊരു കുഴിമന്തിക്കട വന്നു. അവൻ അതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്താണ് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. അതുപോലെ അവൻ ഇന്റീരിയർ ചെയ്താണ്, നല്ല പൈസ മുടക്കി അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. കാർ പാർക്കിങ്ങും എല്ലാം കൂടി ചെയ്തു. എൻഡ് ഓഫ് ദ ഡേ എന്താ സംഭവിച്ചതെന്ന് അറിയും, അവിടെ നിന്ന് നമ്മൾ കുഴിമന്തി മേടിച്ച ജീവിതത്തിൽ ഒരേ ഒരു തവണ കുഴിമന്തി മേടിക്കുള്ളൂ. പിന്നെ ആ കടയ്ക്ക് നമ്മൾ പോവില്ല. എന്താ കാരണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റി അവനൊരു ബോധമില്ല, അവിടെ വെക്കാൻ വന്നവനില്ല, അവനും ബോധമില്ല, ഐഡിയ ഇല്ല. 6 മാസം കഴിഞ്ഞപ്പോ എന്തായി, സാധനം പൂട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ ആദ്യം എല്ലാവരും ഒന്ന് തള്ളിക്കയറും. അപ്പൊ ഇവൻ കച്ചവടം കാണുമ്പോൾ വിചാരിക്കും എന്ത് ആരും ഭയങ്കര സംഭവം, ആരും ഒന്നും മോശമായിന്നൊന്നും പറയില്ല, വീട്ടിൽ ചെന്നിരുന്ന പറയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവൻ അവിടെ കയറില്ല. അപ്പൊ ഈ ഫുട്ഫോൾ എന്ന് പറയുന്ന സംഭവമില്ലേ, അതായത് എത്ര പേര് നമ്മൾ ബില്ലടിച്ച് പോകുന്നുണ്ട്, ഇതിൽ ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ഇത് താഴോട്ടാണോ പോണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് താഴോട്ടാണ് പോണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, നമ്മുടെ കസ്റ്റമർ ബേസ് കുറഞ്ഞുകൊണ്ടിരിക്കുക.
അപ്പൊ അതിനുള്ള പ്രതിവിധി നമ്മൾ കണ്ടെത്തണം. അത് നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റി പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ റോഡ് പണിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രൊഡക്റ്റിന് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവും, കസ്റ്റമേഴ്സ് കയറാണ്ട് വരും. അപ്പോൾ ഫുട്ഫോൾ താഴോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് നമുക്ക് എന്തോ തകരാറുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ 5-6 മാസം കഴിയുമ്പോൾ പിന്നെ എന്നേക്കുമായിട്ട് എന്താവും, പൊട്ടിപ്പോവും. അപ്പൊ തുടങ്ങണേക്കാൾ സ്പീഡിലാണ് നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയതിന്റെ ലിസ്റ്റ് ഭയങ്കര ലിസ്റ്റാ, തട്ടി തടഞ്ഞിട്ട് നടക്കാൻ പറ്റണില്ലേ. പക്ഷെ പൂട്ടിപ്പോണത് അതിനേക്കാളും വീതിയാ. നമ്മുടെ പുണ്യാള അഗർബത്തീസില് ചന്ദനത്തിരിയിലെ പരിപാടി തുടങ്ങിയില്ലേ, ആ സെറ്റപ്പ് പോലെ. അതെ, നമുക്ക് എല്ലാ ദിവസവും പറയാം എല്ലാം ശരിയാവും, ഞാനൊരു രാജാവാവുന്നു, അത്രേ ഉള്ളൂ. രാജാവാവണമെങ്കിൽ അവനാ ശരിയാവണം. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എന്താവണം, ഇഷ്ടപ്പെടണം. അത് വാല്യൂബിൾ പ്രൊഡക്റ്റ് ആണ്, നമ്മളല്ല പറയണ്ടേ, കസ്റ്റമർ പറയണം. ഞാൻ രാജാവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയില് മറ്റേ റിൻഡോന്റെ കഥ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ഭീകരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് തോന്നട്ടെ, എന്നിട്ട് ചെയ്യാ. ഷോ മാത്രം പോരാ, പ്രൊഡക്റ്റ് ശരിയാവണം. അപ്പൊ തുടങ്ങുന്നേക്കാളും മുമ്പ് ബഡ്ജറ്റിംഗ് ഉണ്ടാവണം. ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ പണിക്ക് നിൽക്കരുത്. അത് നിന്ന് കഴിഞ്ഞാൽ നല്ല 8ന്റെ പണി കിട്ടും. ഒരു തവണ ചെയ്യുള്ളൂ കേട്ടാ, പിന്നെ പഠിക്കും. ഈ ബഡ്ജറ്റിംഗ് അല്ലാതെ പിന്നെ നമുക്ക് വേറെ എന്തോ അതിലേക്ക് വേറെ പറഞ്ഞു ബഡ്ജറ്റിംഗ് നമുക്കറിയണം. ഇതുപോലെ തന്നെ നമ്മൾ ഈ ബഡ്ജറ്റിംഗ് മുട്ടിച്ച് നോക്കണം എല്ലാ മാസവും. അതായത് ഇപ്പൊ ബഡ്ജറ്റിംഗ് നമ്മളൊരു ഇപ്പൊ ഇത്ര കോസ്റ്റ് ഇന്റീരിയറിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. ഇന്റീരിയർ ചെയ്ത് കഴിയുമ്പോൾ അത്ര കോസ്റ്റ് ആണോ വന്നാൽ അതിൽ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നു നമ്മൾ നോക്കണം. എക്സ്പെൻസ് ഇത്ര സെയിലിന് ഇത്ര എക്സ്പെൻസ് ആവാന്ന് നമുക്കൊരു കണക്കുണ്ട്. ആ സെയിൽ ഉണ്ടോന്ന് നമ്മൾ നോക്കണം, എന്നാലാണ് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോവുള്ളൂ. അതില്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഷോർട്ടേജ് വരാൻ നോക്കിയാ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്, പക്ഷെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് നമ്മളൊരു 6 മാസത്തെയോ 8 മാസത്തെയോ കാലാവധിയിൽ എത്ര വരെ ഷോർട്ടേജ് വരുന്നു മനസ്സിലാക്കി അതിനുള്ള ഫണ്ട് പമ്പ് ചെയ്യാനുള്ള വഴി നമ്മൾ കണ്ടുവെക്കണം. അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ ഇത് മൃതി അടയും, അതൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ്സുമായി കണക്ട് ചെയ്തെന്ന് പറയാൻ പറ്റും സാർ, കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവില്ലേ? അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പൊ ആൽബിൻ നേരത്തെ ചോദിച്ച പോലെ ഒരു കഫേ നടത്തിക്കൊണ്ട് പോണെങ്കിൽ ഒരു ചെലവുണ്ട്. ആളുകൾ അത് അറിയണം, അറിഞ്ഞ അവിടെ വന്ന് അത് ചെയ്യണം. അവിടെ വന്ന ആളുകള് സാധനങ്ങള് ഒന്നിലെ ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, അങ്ങനെ എന്താന്ന് വെച്ചാൽ അവിടെ വന്ന ആ ഒരു ആക്ടിവിറ്റി അവിടെ റണ്ണാവണം. അപ്പൊ ആദ്യം നമ്മള് പറയുമ്പോ ഈ വാമൊഴി വെച്ചിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ മനക്കോട്ട കിട്ടും. അതിലാണ് ശരിക്കും പണി കിട്ടണത്. അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരാളായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു, റെസ്റ്റോറന്റ് ബിസിനസ് ഭയങ്കര ലാഭമാണ്, 60% അവർക്ക് ലാഭമുണ്ട്. ഞാനങ്ങനെ കേട്ടേക്കണേ. ഇങ്ങനത്തെ ഓരോ ലക്കുകൾ അങ്ങോട്ട് അലക്കി വിടും. ആക്ച്വലി ഇത് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. അത് നടത്തിയോന്നറിയാം അതിന്റെ ബുദ്ധിമുട്ടൊന്നും. ഇനി 60% ഉള്ള സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് എന്താ വെച്ചാൽ ഭയങ്കര റഷ് ഉള്ള സ്ഥാപനമായിരിക്കും അത്. അവർക്ക് ഇങ്ങനെ ഫുട്ഫോള് ഭയങ്കരമായിരിക്കും, പക്ഷെ അവര് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കച്ചവടമായിരിക്കും അത്. അപ്പൊ ഒരാൾക്ക് ഉണ്ട്, ഒരാൾക്ക് കിട്ടി എന്ന് പറഞ്ഞില്ല, അതും പറഞ്ഞ അത് എനിക്കും കിട്ടുന്നു പറഞ്ഞിട്ട് അവിടെ ചെന്നിരിക്കും. അത് അവിടെ ചെന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ അവന് കിട്ടി, അത് അവൻ കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാ. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അപ്പൊ അവന് കിട്ടുന്ന ലാഭം അങ്ങോട്ട് കണക്കൂട്ടും, എന്നിട്ട് അത് എനിക്കും കിട്ടുന്ന കണക്കൂട്ടും, എന്നിട്ട് അങ്ങോട്ട് പോയി തുടങ്ങും. എന്നിട്ട് അവന് കിട്ടിയതിന്റെ പകുതിയോളം ബിസിനസ് ഇവന് കിട്ടില്ല. കിട്ടാണ്ടായി കഴിയുമ്പോൾ ഇതങ്ങോട്ട് തകരാൻ തുടങ്ങും. ഞാനിതുപോലെ തൊട്ടപ്പുറത്തെ കഫേ കണ്ടിട്ടാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് ഭയങ്കര കോമ്പറ്റീഷനാ, മാർക്കറ്റ് അങ്ങോട്ട് പിടിക്കാൻ പറ്റണില്ലേ. അപ്പൊ ഇങ്ങനെ ഈ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ ഇങ്ങനെ പറയണേക്കാം, നിങ്ങൾക്കത് കഴിയും, നിങ്ങൾ ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗുകളാ. ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം, മാർക്കറ്റ് പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ബിസിനസ് പിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒറ്റ കാര്യമുള്ളൂ, മറ്റുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്യാൻ പോരുത്. റെപ്യൂട്ടേഷൻ ഇല്ല നമ്മുടെ. ഇത് നമ്മുടെ സ്വഭാവം എന്നിട്ടാന്നറിയോ, ഒരുത്തം വന്നൊരു കഫേ തുടങ്ങി, അവിടെ വന്ന് 4 ഐറ്റം ഉണ്ടാക്കി വെച്ചു, അത് ചെന്ന് കോപ്പി അടിച്ചു, അതിന്റെ 4 ഫോട്ടോ എടുത്തു, അത് നമ്മുടെ യൂട്യൂബിൽ പോയി നോക്കി, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതെന്നെ ഒന്ന് ഇപ്പുറത്ത് റിപ്ലിക്കേറ്റ് ചെയ്യും. എനിക്കുള്ളതാണോ? ഇത് റിപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോ എന്തുണ്ടാവും, പൊട്ടി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആളുകൾ തമ്മിൽ കമ്പാരിസൺ ഭയങ്കരമാണ്. ഏത്
ഇവിടെ കിട്ടുന്ന സാധനം തന്നെ അവിടെ കിട്ടണം, ഇവിടത്തെക്കാളും നല്ലത് അവിടത്തെക്കാളും നല്ലത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പാരിസൺ. അപ്പൊ ആരാണോ ശക്തൻ അവന്റെ അവിടേക്ക് പോയി. ചിലപ്പോ രണ്ടാൾക്കും കച്ചവടമൊന്നുമില്ലേ, രണ്ടും പൊളിഞ്ഞു കിട്ടി. അപ്പൊ ഇവന് ഒരു സമാധാനമായി. ഒരുത്തനെ പൊളിപ്പിച്ചപ്പോ എനിക്കൊരു സന്തോഷം, ഞാൻ പൊളിഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം, രണ്ടുപേരും പൊളിഞ്ഞു. നാട്ടുകാർക്കെന്ന് പറഞ്ഞാൽ രണ്ട് കടയിന്റെ രണ്ടും പോയി കിട്ടി. ഇതിനൊക്കെ നിൽക്കാണ്ട് നമ്മളൊരു സാധനം ചെയ്യുമ്പോ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിന് വിൻഡോസ് ഉണ്ട്, ഇതിനെതിരെ ലിനക്സ് വന്നു. അപ്പോ ഭയങ്കര വിപ്ലവമായിരുന്നു. ഒരു കാലത്ത് ഞാനും ഭയങ്കര ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, സോഷ്യലിസ്റ്റ്. സമത്വം, സാഹോദര്യം അങ്ങനെയൊക്കെ ആയിരുന്നു പഠനം കഴിഞ്ഞ് ഇറങ്ങിയ കാലത്തൊക്കെ. നിങ്ങൾക്ക് കുറച്ച് FSFI ഒക്കെ തലയിൽ പിടിച്ചിട്ടേ അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. അത് കഴിഞ്ഞ് അന്നൊക്കെ നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് കുരിശൊക്കെ എടുത്ത് കാണിക്കും, സാത്താൻ ഇതുപോലെ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഒരു 2000 എത്തിയപ്പോ നമുക്ക് മനസ്സിലായി ഇത് നമ്മള് കുരിശ് അങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ കാണുമ്പോ ബാക്കിയുള്ളവർ അങ്ങനെ പറയണപ്പോ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്കൊന്നും ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൽ ചെയ്താലാണ് കിട്ടുള്ളൂ എന്നുള്ളൊരു ഘട്ടം വന്നപ്പോ നമ്മൾ പതുക്കെ ആ പഴയ സിദ്ധാന്തമൊക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ചു. പിന്നെ ബിൽ ഗേറ്റ്സിനെ കാണുമ്പോ പറഞ്ഞു, നീ എല്ലാം അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോ പറഞ്ഞു, എന്ത് ഞാനൊരു സത്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അതെടുത്ത് കഴുത്തില്ല. അല്ല അപ്പൊ ഇന്നും മൈക്രോസോഫ്റ്റ് തന്നെയാണ് എല്ലാത്തിന്റെ ഉള്ളിലും അടിപൊളിയായിട്ട് നിൽക്കുന്ന സോഫ്റ്റ്വെയർ OS. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് മൈക്രോസോഫ്റ്റിനെ ഇഷ്ടപ്പെടണേ, അല്ലാണ്ട് നമ്മള് ഒരിക്കലും ലിനക്സ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പോണില്ല. ഒരു 10 ലക്ഷം കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ലിനക്സ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച ലിനക്സ് മോശക്കാരനല്ല. ലിനക്സ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ലിനക്സിന്റെ പ്ലാറ്റ്ഫോമിയാണ് ആൻഡ്രോയിഡ് ഉണ്ടാക്കി പോകുന്നത്. അത് മൈക്രോസോഫ്റ്റിന് ഒരു മുട്ട മണി കിട്ടിയത്. അപ്പോ ലിനക്സിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ്രോയിഡിനെ പൊട്ടിക്കാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ഒരു സാധനം ചെയ്തു തോന്നുന്നു. പക്ഷെ അത് ആളുകൾ ദൂരെ കളഞ്ഞു. മൈക്രോസോഫ്റ്റിന്റെ ഇത് കാശില്ലാണ്ടാണ്. അല്ല, അത് ഇഷ്ടപ്പെട്ടത് ലിനക്സും ഉണ്ടാക്കി കൊണ്ടുവന്ന ആൻഡ്രോയിഡ് തന്നെയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത്. ലിനക്സ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ചെയ്തത്. അപ്പൊ ലിനക്സ് മോശക്കാരനല്ല നമുക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം അവതരിപ്പിക്കുന്ന രീതിക്കാണ് അവിടെ വിജയം കൊയ്തത്. ആദ്യം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ലിനക്സ് ഇറക്കിയപ്പോ അത് അവതരിപ്പിച്ച രീതി ശരിയായില്ല, അതുകൊണ്ട് ആളുകൾ അത് തള്ളിക്കളഞ്ഞു. മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച രീതി ഇഷ്ടപ്പെട്ടു. CD ഡ്രൈവ് ഒക്കെ ആക്കി ഫോൾഡർ ഒക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഇത് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറെ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ വന്നു, അവർക്ക് അത് ചെയ്യാൻ പറ്റി. അത്രയ്ക്കും ഫ്ലെക്സിബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ലിനക്സിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ലിനക്സിന്റെ ഒരു പ്രൊജക്ട് ആയിരുന്നു ആൻഡ്രോയിഡ്. അത് ഇവർ കുറെ നാൾ ഡെവലപ്പ് ചെയ്ത് ശരിയാവേണ്ട ലാസ്റ്റ് ഗൂഗിളിന് കൊടുത്ത് ഗൂഗിളാണ് അത് അവസാനിപ്പിച്ചത്. പക്ഷെ അവരത് ഇറക്കിയപ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ഇറക്കിയ സാധനം. അപ്പൊ മൈക്രോസോഫ്റ്റിന് ഒരു അടി കിട്ടിയ വഴിയായി. ഇപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെസ്ക്ടോപ്പ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡും ഇല്ല, മറ്റേ മൊബൈൽ ഫോൺ ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റും ഇല്ല. രണ്ടുപേർക്കും ബിസിനസ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. രണ്ടും ആൾക്കാർ ഇപ്പൊ പേറി നടക്കുന്നുണ്ട്. ഏത് വിൻഡോസും കൊണ്ട് നടക്കുന്നുണ്ട്, ആൻഡ്രോയിഡും കൊണ്ട് നടക്കുന്നുണ്ട്. കയ്യിൽ ആൻഡ്രോയിഡും ഉണ്ട്, വീട്ടില് വിൻഡോസും ഉണ്ട്. രണ്ടുപേർക്കും ബിസിനസ് ഉണ്ട്. അപ്പൊ ഒരുത്തൻ ബിസിനസ് തുടങ്ങിയെന്ന് വെച്ചാൽ മറ്റവന്റെ ബിസിനസ് പോകണം നിർബന്ധമൊന്നുമില്ല. ഒരുത്തനെ കോപ്പി അടിക്കാണ്ടിരിക്കുക. ഇപ്പൊ ആൻഡ്രോയിഡ് ഇറക്കിയപ്പോ കോപ്പി അടിക്കാൻ പോയതാ വിൻഡോസ്, എന്നിട്ടുണ്ടായി അത് പൊട്ടി. വിൻഡോസ് ഇറക്കിയപ്പോ കോപ്പി അടിക്കാൻ പോയതാ ലിനക്സ്, അതും പൊട്ടി. കോപ്പി അടിക്കാണ്ടിരിക്കുക, വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ആശയങ്ങൾ അവതരിപ്പിക്കുക, നമ്മൾ ഉറപ്പായിട്ടും വിജയിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, മെനക്കെടുണ്ട്, പണി അറിയണം. ഈ രണ്ട് സാധനം നമ്മുടെ പിള്ളേർക്കില്ല. ബുദ്ധിമുട്ട്, അതാണ് ബുദ്ധിമുട്ട്. പണിയെടുക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട്, റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ കണ്ടുപിടിച്ചില്ല. എന്തിനാണെന്നറിയോ? പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വല്ലാത്തൊരു പ്രതിസന്ധിയാ. എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, നമ്മൾ പരിശോധിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ